PM ശ്രീ അടുത്ത ഊരാക്കുടുക്ക്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കേരളത്തിൻ്റെ മാധ്യമലോകം വളരെ വലിയ ചർച്ച നടത്തിയത് ഒരു കുടുംബത്തിലെ ചേട്ടൻ വലിയേട്ടൻ ജയിക്കുമോ, കുഞ്ഞേട്ടൻ ജയിക്കുമോ, കുഞ്ഞനിയൻ ജയിക്കുമോ, ചേട്ടൻ ബാവയാണോ അനിയൻ ബാവയാണോ, ആരാണ് ഇതിൽ ജയിക്കുക, ആറാം തമ്പുരാനാണോ അഞ്ചാം തമ്പുരാനാണോ? അങ്ങനെ എന്തായാലും അവസാനം അനിയൻ ജയിച്ചു. അനിയൻ ചില വീടുകളിലൊക്കെ അങ്ങനെയാണ്, ചേട്ടന്മാരും അച്ഛന്മാരും ഒക്കെ ബഹളം ഉണ്ടാക്കുമ്പോൾ കൊച്ചു പിള്ളേർ കരഞ്ഞ് വിളിച്ച് അവർ ജയിക്കും. അങ്ങനെ കരഞ്ഞ് വിളിച്ച് കണ്ണീരും കൈയുമായി അനിയൻ ജയിച്ചു. അനിയൻ കൈയടിക്കുന്നു, ചേട്ടൻ കൈയടിക്കുന്നു, കേരളം മൊത്തം കൈയടിക്കുന്നു, എല്ലാവരും കൈയടിച്ചു, നമ്മളും കൈയടിച്ചു. പക്ഷേ പ്രശ്നം അവിടെ തീരില്ല. 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയം വന്നത്. നേരത്തെ DPP ഒക്കെ വന്നു, അതിനു മുമ്പ് കൊത്താരി കമ്മീഷൻ വന്നു. 1966 മുതൽ ഇങ്ങനെ നിശ്ചിത ഇടവേളകളിൽ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മീഷൻ വരികയാണ്, പോളിസികൾ വരികയാണ്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒരുപാട് സ്ട്രക്ചറൽ ചേഞ്ചസ് പറയുന്നുണ്ട്, അക്കാഡമിക് ചേഞ്ചസ് പറയുന്നുണ്ട്, മോഡൽ സ്കൂളുകൾ പറയുന്നുണ്ട്, മോഡൽ കോളേജുകൾ പറയുന്നുണ്ട്, കോഴ്സിനെ കംപ്ലീറ്റ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ തത്വത്തിലൊരു പോളിസി വന്നു, അത് സംഘപരിവാറാണ്, കാവ്യവൽക്കരണമാണ്, പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞപ്പോഴൊന്നും ഗവൺമെൻറ് വിചാരിച്ചില്ല ഇത് ഇങ്ങനെ ഒരു ഊരാക്കുടുക്കിലേക്ക് വരുമെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് NEPയുടെ ഭാഗമായിട്ടുള്ള PM ഉഷ പദ്ധതി വരുന്നു. കോളേജുകൾക്ക് വേണ്ടി യാതൊരു തർക്കവും വഴക്കമില്ലാതെ PM ഉഷ പദ്ധതി ഇവിടെ ഒപ്പുവെച്ചു. ആദ്യം കുറച്ച് ദിവസം ചില ബഹളമൊക്കെ ഉണ്ടാക്കി, അവസാനം UGC ഗ്രാൻറ്റ് തരില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഒപ്പുവെച്ചു, അത് പോയി, പ്രശാന്ത് വന്നു. അപ്പോഴാണ് അടുത്ത സാധനം PM ശ്രീ സ്കൂളുകൾ 246 സ്കൂളുകൾ, അത് റിസോഴ്സ് സെൻറ്ററുകളായി. കേരളത്തിലൊരു ബ്ലോക്കിൽ രണ്ട് പഞ്ചായത്തുകൾ സ്കൂളുകളെ എടുത്ത് അതിനെ സെലക്ട് ചെയ്ത് അതിനെ വലുതാക്കി അതിനെ വലിയ രൂപത്തിലേക്ക് കൊണ്ട്. അപ്പോൾ അതിൻ്റെ സിലബസിനെ സംബന്ധിച്ചാണ് ഒരു തർക്ക വിഷയം. ഇപ്പോൾ സംഘപരിവാർ കാവ്യവൽക്കരണ സിലബസ് കൂടി പഠിപ്പിക്കേണ്ടി വരും. അത് കേരളത്തിൽ പോലുള്ള ഒരു മതന്യൂനപക്ഷങ്ങൾക്ക് വലിയ സാധ്യതയുള്ളൊരു സ്ഥലത്ത് അത് പറ്റില്ല എന്നൊക്കെ ഉള്ള വലിയ തർക്കവും വഴക്കവും ഒക്കെ നടന്ന് ഇന്ത്യൻ നോളജ് സിസ്റ്റം പഠിപ്പിക്കാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞെങ്കിലും നരേന്ദ്രമോദി മറ്റ് പ്രോജക്റ്റുകളുടെ പണവുമായിട്ടൊക്കെ കാര്യങ്ങൾ ചർച്ചയ്ക്ക് പോയപ്പോൾ പിണറായി വിജയനോട് ഇത് ഒപ്പിടാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം രാഖി രാമാനം ക്യാബിനറ്റ് പോലും കൃത്യമായി കാര്യങ്ങൾ അറിയാതെ ഒപ്പിട്ടു. അവിടെ തുടങ്ങി ജഗപ്പൊക. എന്തായാലും ഒപ്പിട്ടു. CPI പിണങ്ങി, ഇറങ്ങി ഓടുമെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ആലപ്പുഴ കൊണ്ടുവച്ച് കമ്മിറ്റി കൂടി, വേണ്ട ജഗപ്പൊക നടന്നു ഒരാഴ്ചക്കാലം. അവസാനം CPM പറഞ്ഞു ഞങ്ങൾ കീഴടങ്ങി, തൽക്കാലം നീ വളർന്നോ, പക്ഷേ നിനക്കൊരു പണി ഞങ്ങൾ വച്ചിട്ടുണ്ടെന്നുള്ള നിലയിൽ CPM മുന്നോട്ട് പോയി. മുഖ്യമന്ത്രി MA ബേബിയും കൂടി ചർച്ച ചെയ്ത് അവസാനം തീരുമാനമായി PM ശ്രീയിൽ നിന്ന് മാറാമെന്ന് കേന്ദ്ര ഗവൺമെൻറ് കത്ത് കൊടുക്കാം. പക്ഷേ അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് കത്ത് കൊടുത്ത് മാറാൻ കഴിയുന്നതല്ല. ഇനി അഥവാ നിങ്ങൾ PM ശ്രീയിൽ നിന്ന് മാറിക്കോ എന്ന് പറഞ്ഞാലും SSA ഫണ്ടിൻ്റെ പ്രശ്നം കിടപ്പുണ്ട്. ഇനി SSA ഫണ്ടും PM ശ്രീയും വേണ്ടാന്ന് വെച്ചെന്ന്, SSAയും വേണ്ടാന്ന് വിചാരിക്കുക, PM ശ്രീയും വേണ്ടാന്ന് വിചാരിക്കുക. എന്നാലും അടുത്ത കുരുക്ക് വരാൻ പോവുകയാണ്. അത് പറയാനാണ് ഞാൻ ഈ പറഞ്ഞത്. അടുത്ത കുരുക്ക് എന്തെന്നാൽ NEPയിൽ അടുത്ത പ്രോജക്റ്റ് വരാൻ പോവുകയാണ്. ആ പ്രോജക്റ്റുകളും കേരളം നടപ്പിലാക്കിയേ കഴിയൂ. അതുകൊണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിന്ന് മാറി നിന്നാൽ കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഔട്ടാകും എന്നുള്ളതല്ലാതെ കമ്പ്യൂട്ടറൈസേഷൻ എതിർത്ത് നിന്ന് അവസാനം ബാംഗ്ലൂരിൻ്റെയും ഹൈദരാബാദിൻ്റെയും പിറകെ ഓടേണ്ടി വന്നതുപോലെ PM സ്കൂളാവട്ടെ, SSA ആവട്ടെ, NEP ആവട്ടെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ചെയ്യേണ്ടി വരും. പഞ്ചാബുകാർ അവസാനം കീഴടങ്ങിയതുപോലെ കേരളത്തിനും കീഴടങ്ങേണ്ടി വരും. അതിനിടയിൽ കേരളത്തിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ മന്ദബുദ്ധികളും കാര്യങ്ങളൊന്നുമല്ല, അവരുടെ മാതാപിതാക്കളും വല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ്. അവരുടെ മക്കളെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പറിച്ചു നടുമോ, ഇപ്പോൾ തന്നെ വിട്ടിട്ടുണ്ട്. ഈ രാജ്യം വിട്ടവർ പോയി വേറെ പഠിക്കുമോ, അതോ പൊതു സ്കൂളുകളിൽ നിന്ന് NCERTയുടെ സ്കൂളുകളിലേക്ക്, CBSE ICC സ്കൂളുകളിലേക്ക് വ്യാപകമായി കുത്തൊഴുക്കുണ്ടാകുമോ, ഇത് അറിയില്ല. എന്തായാലും കേരള സർക്കാർ ഇപ്പോൾ പെട്ടിരിക്കുന്നത് ഒരു ഊരാക്കുടുക്കലാണ്. പക്ഷേ അത് പിൻവലിക്കുന്നത് വലിയൊരു ഹിമാലയൻ ബ്ലണ്ടറാണ്.